Hello everyone. In our daily conversation, നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കാണ്ട് ടു ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ വേർ ഹാവ് യു ബീൻ, ദ സെക്കൻഡ് വൺ വേർ യു എന്നുള്ളതാണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻസിൻ്റെയും സൗണ്ട്സ് എന്നുള്ളത് സെയിം ആണ്, ബട്ട് ദ ഹാവ് ദ ഡിഫറെൻറ്റ് മീനിങ്സ് ആൻഡ് ദ യൂസസ്. In this video, I will explain the difference between those questions with a simple example. So you can use that one in your daily conversation confidently. So let's get started our class. Where have you been എന്നുള്ളത് ടെൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. were you എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ്. എന്താണ് ഈ പ്രസന്റ് പെർഫെക്റ്റ്? ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഈ പ്രസന്റ് പെർഫെക്റ്റിൽ ഏത് ടൈപ്സ് ഓഫ് സെന്റൻസുകൾ നമ്മൾ ഫോം ചെയ്യുമ്പോഴും അത് സ്റ്റാർട്ട് ചെയ്യുന്നത് പാസ്റ്റിലാണ്, ബട്ട് അതിന് നമ്മുടെ പ്രസന്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. അതാണ് പ്രസന്റ് പെർഫെക്റ്റ്. നേരെ മറിച്ച് സിമ്പിൾ പാസ്റ്റ് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത് പാസ്റ്റിൽ തന്നെയാണ്, അത് അവിടെ തന്നെ പാസ്റ്റിൽ തന്നെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ കൂടിയാണ്. ക്ലിയർ ആയല്ലോ? അതാണ് രണ്ടിൻ്റെയും സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ വേർ ഹാവ് യു ബീനും വേർ യു എന്നുള്ളത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ എക്സാമ്പിളിലൂടെ പഠിക്കാം. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് അതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസിൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മീറ്റിംഗ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കൊളീഗ് മീറ്റിങ്ങിന് എത്തിയിട്ടില്ല. അപ്പോൾ ആൾ കുറച്ച് കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എത്തുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നീ എവിടെയായിരുന്നു? ആ സിറ്റുവേഷനിലാണ് നമ്മൾ വേർ ഹാവ് യു ബീൻ എന്ന് ചോദിക്കേണ്ടത്. വേർ ഹാവ് യു ബീൻ വി സ്റ്റാർട്ടഡ് അവർ മീറ്റിംഗ് ആൻ അവർ എഗോ. നീ എവിടെയായിരുന്നു? 1 മണിക്കൂർ മുന്നേ ഞങ്ങൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് 3 മണിക്ക് നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് പറയുന്നത്, നെക്സ്റ്റ് സിറ്റുവേഷൻ ആണ്. 3 മണിക്കൂർ മീറ്റിംഗ് ഉണ്ടായിരുന്നു, നമ്മുടെ കൊളീഗ് എന്നുള്ളത് മീറ്റിങ്ങിന് എത്തിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ ചോദിക്കുകയാണ്, where were you man, we had a meeting at 3 o'clock. where were you? എവിടെയായിരുന്നു? വി ഹാഡ് എ മീറ്റിംഗ് അറ്റ് 3 o'clock. നമുക്ക് 3 മണിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് രണ്ടും എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്, നമ്മൾ പറയാണ്, നീ എവിടെയായിരുന്നടാ ഈ ദിവസം മൊത്തം? നീ എവിടെയായിരുന്നു? കുറേ നേരമായിട്ട് കാണാനില്ല. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, നീ എവിടെയായിരുന്നു ഈ ദിവസം മൊത്തം? ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളിപ്പോഴും ഇന്ന് തന്നെയാണ് നിൽക്കുന്നത് കേട്ടാ, ഇന്ന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹാവ് ബീൻ എന്നുള്ളതാണ്. സോ വി കൻ ആസ്ക് ദ ക്വസ്റ്റ്യൻ, വേർ ഹാവ് യു ബീൻ ഓൾ ഡേ? വേർ ഹാവ് യു ബീൻ ഓൾ ഡേ? സോ നെക്സ്റ്റ് നമ്മുടെ ആളോട് ഈ 3 മണിക്ക് എവിടെയായിരുന്നു? ഇവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്? were you എന്നുള്ളതാണ്. were you at 3 o'clock? ഇന്നലെ നീ എവിടെയായിരുന്നു? ഇന്നലെ എന്നുള്ളത് പാസ്റ്റ് ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? were you yesterday? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എക്സാമ്പിൾ ആണ്, കുറച്ച് ആഴ്ചയായിട്ട് നമ്മൾ ഒരാളെ കാണുന്നില്ല. അതിനുശേഷം നമ്മൾ കണ്ടപ്പോൾ ചോദിക്കേണ്ടത്, ഈ കുറച്ച് ആഴ്ചകളായിട്ട് എവിടെയായിരുന്നു? നമ്മളിപ്പോഴും ആഴ്ചയിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ടത് വേർ ഹാവ് യു ബീൻ തന്നെയാണ്. വേർ ഹാവ് യു ബീൻ ദീസ് പാസ്റ്റ് ഫ്യൂ വീക്സ്? നെക്സ്റ്റ് ഈ ഒരു എക്സാമ്പിളോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നീ ഇന്ന് മോർണിംഗിൽ എവിടെയായിരുന്നു? ഞാൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതെങ്ങനെയാണ്? മോർണിംഗ് എന്നുള്ളത് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ were you ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്, I was looking for you in the morning. were you? Is it clear? Bye bye.